Watch full episodes on Jio Hotstar. ചങ്ങേന്റെ ബ്രോ അടിപൊളി സ്ഥലമാണല്ലേ. ഫ്രീ സമൂസ, ഫ്രീ സമൂസ. പെട്ടെന്ന് കുറച്ച് എടുക്കൂ. ഒരു മിനിറ്റ് സാർ, ഒന്ന് ലൈനിൽ വെയിറ്റ് ചെയ്യൂ. നിങ്ങളെ കണ്ട നല്ല പൈസക്കാരനെ പോലെ തോന്നുന്നു. പക്ഷെ ഈ കട സമോസ വാങ്ങാൻ പോലും കാശില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകമായി തുറന്നിരിക്കുന്നതാണ്. നീ അടുത്തുള്ള കടയ്ക്ക് പോയി മര്യാദയ്ക്ക് കാശ് കൊടുത്ത് കഴിക്കുന്നതാണ് നല്ലത്. ഇത് വളരെ തെറ്റായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞതും ശരിയല്ലേ? കാശ് കൊടുത്ത് വാങ്ങിയും നിനക്ക് കഴിച്ചൂടെ? പക്ഷെ എനിക്ക് തോന്നുന്നു ആ കടയിലെ സമൂസക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളതെന്ന്. കണ്ടില്ലേ, അവിടുന്ന് എന്ത് നല്ല മണമാണ് വരുന്നത്. എനിക്ക് ആ സമൂസ കഴിക്കണം. നല്ല മണം. എന്താ ഇയാള് പറന്നു പോകുന്നത്? എടോ, നിന്നോടൊക്കെ ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അല്ല, ഇയാളെ കണ്ടിട്ട് പണക്കാരനാണെന്ന് തോന്നുന്നു. പിന്നെ നീ ഇവിടെ വന്നോ? ഞാൻ ഒരു വഴിയാക്കിട്ടേ വിടുന്നു. എടോ, എന്താ ഇതൊക്കെ? അതെ, എനിക്ക് സമൂസ കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. താങ്കൾ തന്നെ കണ്ടില്ലേ ഞാൻ എന്തുമാത്രം കീറി പറഞ്ഞ വസ്ത്രങ്ങളാണ് ഇട്ടിരിക്കുന്നത് എന്ന്. വലിയ കാശുള്ളവരൊക്കെയാണ് ഇതുപോലത്തെ ബ്രാൻഡഡ് ഷർട്ടൊക്കെ ഇടുക. ഇപ്പത്തെ സ്റ്റൈൽ ഇതൊക്കെയല്ലേ? എന്നെ കണ്ട പൊട്ടനെ പോലെ തോന്നുന്നുണ്ടോ? അയ്യോ, ഇയാളേതോ ഒരു വലിയ ആളാന്ന് തോന്നുന്നു. ഒന്ന് നോക്കിക്ക അയാളെ. എത്ര വലിയ ബ്രാൻഡിന്റെ തുണിയാണ് അണിഞ്ഞിരിക്കുന്നത്. ഈ മാതിരി വസ്ത്രങ്ങളൊക്കെ കാശുള്ളവനല്ലേ അണിയാൻ സാധിക്കൂ. ആ, ഇയാളെ നമുക്കൊന്ന് പൊക്കാം. എന്നിട്ട് പിന്നെ പൈസ ഇയാളുടെ പിടിച്ചു വാങ്ങിക്കാം. അതെ ബോസ്, നിങ്ങൾ പറഞ്ഞത് ശരിയാ. എങ്കി വാ. അല്ല ചേട്ടാ, ചേട്ടന് ആ സമോസയാണോ കഴിക്കേണ്ടത്? എങ്കി വരൂ എന്റെ കൂടെ, ഞാൻ നിങ്ങളെ കഴിപ്പിക്കാം നല്ല ഒന്നാം തരം സമോസ. എണീക്കൂ, നിങ്ങളുടെ കൂട്ടുകാരൻ ആരോടൊപ്പം പോകുന്നു. അവിടെ നോക്കൂ. അത് ശരി, അപ്പൊ ഗംഭീർ സിംഗിന്റെ ആൾക്കാർക്ക് പൊക്കാൻ സാധിക്കുള്ളോ? ഞങ്ങൾക്കും പൊക്കാൻ സാധിക്കും. വാ, നമുക്ക് അയാളുടെ പുറകെ പോണം. അല്ല, അവര് മോട്ടുവിനെ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ട് പോകുന്നേ? വരൂ, നമുക്ക് പോയി നോക്കാം. എന്താ ഒമ്മാരും പറക്കുന്നേ? അതെ അതെ, നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് ഈ കൂട്ടിക്കൊണ്ട് പോകുന്നത്? ഇനി നീ നിന്റെ കൂട്ടുകാരോട് പോയി പറയണം, അവര് ഞങ്ങൾക്ക് 2 കോടി രൂപ തന്നാൽ മാത്രമേ ഞങ്ങൾ നിന്നെ പുറത്തു വിടുകയുള്ളെന്ന്. അത്രയും നേരം നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കുമുള്ളത്. നിനക്ക് കുറെ സമോസ ഞങ്ങൾ വാങ്ങിച്ചു തരും. അതായത് നീ ഒരിക്കലും മറക്കാത്ത വിധം. അങ്ങനെയാണോ? ശരി. ആ മോട്ടു, നീ ആരുടെ കൂടെയായി പോകുന്നത്? നീ എന്തൊക്കെയായി സംസാരിക്കുന്നത്? ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണല്ലേ മോട്ടു. അതേ പത്തിലും ഞാനൊരു സമൂസ വേണ്ടിയാണ് ഈ കീറിയ ഷർട്ടൊക്കെ ഇട്ടിരുന്നത്. ഈ കീറിയ വസ്ത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സമൂസ വാങ്ങാനുള്ള കാശില്ലെന്ന് അവർ വിചാരിക്കുമെന്ന് കരുതി. പക്ഷെ ഈ ആൾക്കാർ ഞാനെന്താ വലിയ പണക്കാരനാണെന്ന് കരുതി എന്നെ തട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. പത്തിലും നീ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. എന്റെ പൊന്നു ചേട്ടാ, ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണോ? രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെടണം. എങ്കിൽ പെട്ടെന്ന് ഞങ്ങളുടെ കാറിലേക്ക് വാ.
ഇയാളെങ്ങോട്ട് പോവാ ഇപ്പൊ? അയ്യോ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്നെ വീട്. അയ്യോ, പിടിച്ചു വലിക്കല്ലേ. പിടിക്കാവരെ. അതെ, താങ്ക് യു ചേട്ടാ. ചേട്ടൻ എന്നെ രക്ഷിച്ചിരിക്കുകയാണ്. അവന്മാരൊക്കെ ശരിക്കും വളരെ അത്യാഗ്രഹം പിടിച്ച ദുഷ്ടന്മാരായിരുന്നു. അവന്മാരെന്നെ തട്ടിക്കൊണ്ട് പോയിട്ട് 2 കോടി രൂപ ആവശ്യപ്പെട്ടു. എന്നെ വെറുതെ വിടണമെങ്കിൽ അവർക്ക് 2 കോടി രൂപ ഞാൻ കൊടുക്കണോ അത്രേ? അതെന്താന്ന് വെച്ചാലേ അയാൾക്ക് നിങ്ങളുടെ ശരിക്കുള്ള വാല്യൂ അറിയില്ല. അതുകൊണ്ടാണ് അയാൾ നിങ്ങളോട് 2 കോടി രൂപ ചോദിക്കുന്നത്. ഞാനാണെങ്കിൽ 5 കോടി ആയിരിക്കും ചോദിക്കുന്നത്. എന്നിട്ടായിരിക്കും ഞാൻ നിങ്ങളെ വിടുക. അതേ പത്തുള്ളൂ. എന്നെ ഇവിടെ നിന്ന് ഒന്ന് രക്ഷിക്ക്. എന്നെ രക്ഷിക്കാൻ വന്ന ആളെന്ന് കരുതി ഇയാൾ എന്നോട് 5 കോടി രൂപയാണ് ചോദിക്കുന്നത്. എന്താ മോട്ടു ഇത്? വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിൽ കുടുങ്ങാണോ? ഇങ്ങനെ കീറിയ ഡ്രസ് ഇട്ടിട്ട് പോയിട്ട് വീണ്ടും വീണ്ടും സമൂസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് കൊടുക്കാനാ അവര് ചോദിച്ച 5 കോടി രൂപ? അത് തന്നെയല്ലേ പത്തുള്ളൂ ഞാനും പറഞ്ഞത്. ഞാൻ എവിടുന്ന് 5 കോടി രൂപ കൊടുക്കാനാണ്? നീ എന്നെ ഒന്ന് വന്ന് രക്ഷിക്ക്. മോട്ടു, നീ ഒരിക്കലും ധൈര്യം കൈവിടരുത്. പെട്ടെന്ന് പോ. അത് ശരി, ഞങ്ങൾ എന്നെ ഫോളോ ചെയ്യണോ? ഇപ്പൊ കാണിച്ചു തരാം. രക്ഷിക്ക് പത്തുള്ളൂ. വരൂ. പറഞ്ഞോ അവന്മാരോട് 5 കോടി രൂപ കൊണ്ടുവരാൻ. അതെ, എവിടുന്ന് 5 കോടി കൊണ്ടുവരാനാണ് പറയുന്നത്? എന്റെ കയ്യിൽ 5000 പോലും ഇല്ല. പിന്നെ എവിടുന്ന് കൊണ്ടുവരാനാണ് പറ. ഇമാതിരി വസ്ത്രങ്ങൾ വലിയ വലിയ ആൾക്കാരല്ല ധരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വല്ല ഫിലിമിന്റെ ഫൈനാൻസറോ അല്ല പ്രൊഡ്യൂസറോ ആയിരിക്കും. പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ല എന്ന് അറിയില്ലേ? പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ആലോചിക്ക്. എന്റെ മോട്ടു, ഇതിൽ എന്ത് ആലോചിക്കാനാ? സമൂസ കഴിക്ക്, എന്നിട്ട് പണി തുടങ്ങ്. അതേ പത്തുലു, ഈ പ്രശ്നം എല്ലാം തുടങ്ങിയത് ആ സമൂസക്കാരൻ കാരണമല്ലേ? ഞാൻ എവിടുന്ന് കഴിക്കാനാ സമൂസ? ഇവിടെങ്ങും സമൂസ ഇല്ലല്ലോ. ഐഡിയ. മോട്ടു, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്യാം. അതുവരെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. എന്നെ വെറുതെ വിട്. മോട്ടു, ഇന്നാ പിടിച്ചോ. പെട്ടി തുറക്ക്. അതെ പത്തുലോ, നീ 5 കോടി രൂപ എവിടുന്നാണ് ഈ കൊണ്ടുവന്നത്? ഞാൻ ഇവന്മാർക്ക് 1 രൂപ പോലും കൊടുക്കുന്ന പ്രശ്നമില്ല. ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുവോ? എന്റെ മോട്ടു, നീ ആദ്യം ഈ പെട്ടി തുറക്ക്. അതെ, ഇവരും ചോദിച്ചിരിക്കുന്നത് 5 കോടി രൂപയാണ്. ഇത്രയും ചെറിയ ബോക്സ് എങ്ങനെയാണ് 5 കോടി കൊണ്ടുവന്നത്? എനിക്കിത് തുറക്കണ്ട. ഇവന്മാർക്ക് ഒന്നും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ മോട്ടു, പെട്ടി തുറക്കാനാ പറഞ്ഞ. 5 കോടിയൊന്നും അല്ല, സമൂസയാ സമൂസ. സമൂസ. ജയ് ഹോ സമൂസ. ഓ, ആദ്യം അവന്റെ കൂട്ടുകാരെ പിടിച്ചതല്ലേ? മോട്ടു, വേഗം. ഇനി പറ, ആർക്കാണ് എത്ര കാശാണ് വേണ്ടത്? അല്ല, ഒന്ന് നിർത്തിക്കാ വണ്ടി. ഇയാളെ ഞങ്ങൾ ആദ്യം പിടിച്ചത്. ഞങ്ങൾ ആദ്യം അവരോട് ചോദിച്ചത് 2 കോടിയായിരുന്നു. പക്ഷെ ഇപ്പൊ 5 കോടി വേണം. ഇനിയിപ്പൊ അയാൾക്ക് 5 കോടി ചോദിക്കാമെങ്കിൽ ഞങ്ങൾക്കും 5 കോടി തന്നെ വേണം. ഓക്കേ ഓക്കേ, 5 കോടി രൂപ ഞാൻ ഇപ്പോ 2 കൂട്ടർക്ക് തരാം. വാ വാ. ഇന്ന് പിടിച്ചോ. നിനക്കൊക്കെ 5 കോടി വേണമല്ലേ? കലക്കി മോട്ടു. വരൂ. ഇതാ പിടിച്ചു. ഇനി പറ, ഇനി എത്ര കോടി കൂടി വേണം? കുറച്ചുകൂടി തരട്ടെ? അയ്യോ വേണ്ട, നിർത്തിക്കോ. ഇനി ഒന്നും വേണ്ട.
എന്നാ വാ പോകാം, ഫ്രീ സമൂസ കഴിക്കാം. കഴിക്കാൻ പറ്റലു. പക്ഷെ ഇപ്രാവശ്യം ഫ്രീ ആയിട്ട് വേണ്ട, കാശ് കൊടുത്ത് കഴിക്കാം. അതെ, നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് കാണാൻ പറ്റുന്നു. എന്തൊരു ഭംഗി. വരൂ, ആ ഭാഗത്തേക്ക് പോയി നോക്കാം. വരൂ, നമുക്ക് അവിടേക്ക് പോകാം. ദേ അവിടെ നോക്ക്. ഹായ്, പൊളിച്ചെടുത്തല്ല. എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്നെ സഹായിക്കാമോ? ഓ, ചിത്രശലഭം സംസാരിക്കുന്നു. ചിത്രശലഭം സംസാരിക്കുന്നു. ഇത് സത്യമാണോ? പതലു. ചിത്രശലഭം സംസാരിക്കുന്നു. എന്റെ മോട്ടു, നീ എന്തൊക്കെയായി പറയുന്നത്? ശരിക്കും പറ, എന്താ സംഭവിച്ചെന്നൊന്ന് തെളിച്ച് പറ. എന്നാ വാ, അങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. എങ്കിൽ നീ തന്നെ മുന്നേ നടക്ക്. ചെയ്യുന്നേ. ഈ ചിത്രശലഭമാണ് സംസാരിക്കുന്നത്. നിങ്ങൾ മോട്ടുവും പത്ലും അല്ലേ? അയ്യോ, പേടിക്കില്ലേ, പേടിക്കില്ലേ. നിങ്ങൾ എല്ലാരെയും സഹായിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. എനിക്കും നിങ്ങളുടെ സഹായം ആവശ്യമാണ്. എന്റെ പേര് പിങ്കിന്നാ. ആ വെള്ളച്ചാട്ടത്തിന്റെ പിന്നിലാ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉള്ളത്. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. സഹായമോ? എന്ത് സഹായം? ചില ആളുകൾ ഞങ്ങളെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുക. പ്ലീസ്, ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. അവർ ഞങ്ങളെ പിടിച്ച് വിൽക്കാൻ പോവാ. പ്ലീസ്, ഞങ്ങളെ സഹായിക്കണം. ചിത്രശലഭം പോലെ ഞങ്ങൾ ഉറപ്പായിട്ടും നിന്നെ സഹായിക്കാം. പതലു. അതെ മോട്ടു, അതെ, തീർച്ചയായും ചെയ്യാം. എന്താണ് ഇത് മോട്ടും പറ്റിലും പൂമ്പാറ്റയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? എനിക്കിതിൽ എന്തോ ഒരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്റെ ഒപ്പം വാ, ഇവിടെ എന്തോ ഒരു സംഭവം നടക്കാൻ പോവുക. അവരകത്ത് കയറി വാ, നമുക്കും പോവാം. വാവ്, കാണാൻ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. സൂപ്പർ. സത്യം തന്നെയാ, ഇവിടെ നല്ല ഭംഗിയുണ്ട്. എത്ര മനോഹരമാണല്ലേ, അല്ലേ മോട്ടു? അതെ അതെ പതലു, അതെ. ഇതുപോലത്തെ ഒരു മനോഹരമായ സ്ഥലം എന്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. പൊളിച്ചെടുത്തല്ല. ചിത്രശലഭങ്ങൾ, എത്ര മനോഹരമായ ചിത്രശലഭങ്ങൾ. ഈ സ്ഥലം കാണാൻ സ്വർഗം പോലെ ഉണ്ടല്ലേ? ഇത് പൂമ്പാറ്റകളുടെ പ്ലേസാ. അടിപൊളിയാ. അതെന്താണ്? വരൂ രാജ്ഞി, വരൂ. ഇതാണ് മോട്ടുവും പത്ലവും പിന്നെ കൂട്ടുകാരും. ഇവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും. നിങ്ങളെല്ലാം ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതാണോ? വളരെയധികം നന്ദിയുണ്ട്. ചിത്രശലഭങ്ങളുടെ രാജ്ഞി, നിങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. ആ വേട്ടക്കാരൻ എവിടെയാണെന്ന് പറ. വരൂ മോട്ടു. അത് നോക്കൂ. എന്റെ പേരാണ് മിസ്റ്റർ സംസാരം. സംസാരിക്കാൻ തുടങ്ങിയ സംസാരിച്ചോണ്ടേയിരിക്കും. ഒച്ച വയ്ക്കും, ശബ്ദമുണ്ടാക്കും. എല്ലാ ചിത്രശലഭങ്ങളും ചെടിയിലായിരിക്കും ഒളിച്ചിരിക്കുന്നത്. ഒച്ചയുണ്ടാക്കുമ്പോ എല്ലാം പുറത്തിറങ്ങും. ആ സമയത്ത് നമ്മൾ എല്ലാവരെയും പിടിച്ചിരിക്കും. കാട്ടിൽ വലിയ വലകൾ വിരിച്ച് അവർ ഞങ്ങളെ പിടിക്കാൻ നോക്കുകയാണ്. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ജഡ്ക സാറേ, നമുക്ക് എല്ലാവർക്കും പറക്കാനുള്ള വിങ്സ് വെച്ചാലോ? എന്റെ ചങ്കേന്റെ ബ്രോ, നമുക്ക് വെക്കാലോ. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യാനാ? അടിപൊളി ഐഡിയ ആണെന്നേ.
കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ രാജ്ഞി, മോട്ടുവിനും പത്നിയുടെയും എന്തും സാധിക്കും. വേഗം വരൂ. ഹലോ, നിങ്ങളെ കണ്ടിട്ട് നല്ലവരാണെന്ന് തോന്നുന്നു. ഞങ്ങളെ നിങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാമോ? ഞങ്ങളെ കൂടി കൊണ്ടുപോകണം. നീ എന്തുവാടാ ഈ പറയുന്നേ? അതെ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാനൊരു ചിത്രശലഭമാണ്. ഞാൻ മാത്രമല്ല, എന്റെ കൂട്ടുകാരുണ്ട്. ഇതാ അങ്ങോട്ട് നോക്ക്, ശരിക്കും കണ്ണു തുറന്ന് നോക്ക്. ചിത്രശലഭം, ചിത്രശലഭം. ഞങ്ങളെ കൂടി കൊണ്ടുപോകണം. ഇത് എന്തുവാടെ എല്ലാരും കൂടെ എന്റെ പുറകെ? എനിക്ക് വേണ്ടത് സുന്ദരിയായ ചിത്രശലഭങ്ങളാണ്. കിട്ടിയത് ഇവന്മാരെയും. ഓടി രക്ഷപ്പെടും ഇവിടുന്ന്. ചേട്ടാ, അങ്ങനെയൊക്കെ പോകല്ലേ. ഞങ്ങളെ കൂടി കൊണ്ടുപോകൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വരണം. ഞങ്ങളെ കൂടി കൊണ്ടുപോകൂ. അയ്യോ ഇല്ല, ഓടിക്കോ ഓടിക്കോ. അവരൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പൂമ്പാറ്റയാ. ഞാൻ നിങ്ങൾക്ക് ഒറിജിനൽ പൂമ്പാറ്റ എവിടെയാന്ന് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ അവരെ പിടിക്കാൻ നോക്ക്. കാതുക നന്ന എല്ലാം ഞാൻ പറഞ്ഞു തരാം. ഓ അത് ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യം. വാ, നമുക്ക് അവന്മാരെ തന്നെ പിടിക്കാം. അപ്പോ വാ. ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകൂ. ഞങ്ങളെ കൂടി കൊണ്ടുപോകൂ പ്ലീസ് ചേട്ടാ. എന്റെ പേരാണ് മിസ്റ്റർ സംസാരിക്കുന്നവൻ. ഇപ്പൊ ഞാൻ പറയും, നിങ്ങൾ എല്ലാവരും കേൾക്കും. ഈ സുന്ദരിയായ ചിത്രശലഭമാണെങ്കിലും അല്ലെങ്കിലും എന്ത് വ്യത്യാസമാണ് ഉണ്ടാവണത്? നീ ഒരു ചിത്രശലഭം തന്നെയല്ലേ? പിടിക്കൊറ്റങ്ങളെ. ഓക്കെ ബോസ്. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് ചേട്ടാ, ചെയ്യരുത്. ചേട്ടാ, ശരിക്കുള്ള പൂമ്പാറ്റയുള്ള സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാം. ദേ ആ ഫോൾസിൽ അതിന്റെ പുറകിലാണ് ഉള്ളത്. പക്ഷെ എനിക്ക് അഡ്വാൻസ് തുക ആദ്യം തന്നെ തരണം. തീർച്ചയായിട്ടും തരാം. പക്ഷെ ഞാൻ എന്താ ആലോചിക്കണമെന്ന് വെച്ചാ, നിനക്ക് നിന്റെ സ്വന്തം നാട്ടുകാരെ തന്നെ ഇങ്ങനെ ചതിക്കാമെങ്കിൽ അപ്പൊ പിന്നെ നിനക്ക് ഞങ്ങളെയും ചതിക്കാമല്ലോ. വേണ്ട, ഇതെല്ലാം ചീറ്റിംഗ് ആണ്. തുറന്നു പിടിച്ചേട്ടാ. പിന്നെ പിടിച്ചെടുത്തിട്ടോ. വഞ്ചന ചെയ്യുന്നവന് അത് തന്നെ ലഭിക്കും. ഹൈ. സോറി മോട്ടു പത്ലു, എന്നോട് ക്ഷമിക്കണം. പൊളിച്ചെടുത്തല്ലോ. ഞാൻ പൂമ്പാറ്റകൾ ആരാ രക്ഷിക്കാ? 10 പേരും വെച്ച് എന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ലെന്ന് അറിയില്ലേ? പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ആലോചിക്ക്. ഐഡിയ. ഇപ്പൊ നമുക്ക് ഒട്ടും സമയമില്ല. എല്ലാവരും ചേർന്ന് ഈ വലയോടുകൂടി പറന്നു പോകാം. ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഈ വല കട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഏർപ്പാട് ചെയ്യേ. എന്റെ ചങ്കേന്റെ ബ്രോ, വാ നമുക്ക് പോവാം. വേഗം വാ. അതേ വലിയേട്ടാ, എന്തെങ്കിലും കിട്ടിയോ? ചേട്ടാ മോട്ടു, എന്റെ ചങ്കേന്റെ ബ്രോ, ഞാൻ ആ സ്പ്രേ ബോട്ടിലെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയ്യോ, എന്നെ ഒന്ന് രക്ഷിക്ക്. എത്ര ദൂരം വെച്ചാ ഇങ്ങനെ ഊഞ്ഞാല് പോലെ ആട്ടിക്കൊണ്ടുപോകുന്നു എന്നെ. അയ്യോ, എന്നെ വിട്. ആഹാ, എനിക്ക് വല കട്ടിന്ന് സ്പ്രേ കിട്ടിപ്പോയി. ആഹാ, എങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്യേ. കലക്കി. എന്റെ അമ്മ, ഞാൻ രക്ഷപ്പെട്ടു. ഞാനിത് എവിടെയാ? അയ്യോ. അല്ല, ഇവിടെ എന്ത് അന്യായമാണ് നടക്കുന്നത്? വലിയേട്ടാ, ചിത്രശലഭത്തിന്റെ വേഷം ഇട്ടതൊക്കെ മതി. ഇനി നമുക്ക് പഴയ വേഷം നമുക്ക് തിരിച്ചെടുക്കാം. സുഹൃത്തേ. അല്ല, എന്തായി നോക്കിയിരിക്കുന്നേ? തല്ലവന്മാരെ. ഇങ്ങോട്ട് വാടാ. പിടിച്ചു. ഇതായിരിക്കട്ടെ. ഹേയ്. അയ്യോ 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 അയ്യോ. സോറി, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഞങ്ങളിപ്പോ പോവാ. ഞങ്ങളെ പോവാൻ സമ്മതിക്കേ. അതെ, ഞങ്ങൾ നിങ്ങളെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വരില്ലേ? ഇവിടെ എന്തായാലും ചിത്രശലഭങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. വലിയേട്ടാ, ഇവര് വീണ്ടും വരാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേ പ്ലീസ്. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, ഞാനിപ്പോ തന്നെ ചെയ്തേക്കാം. ഇത് ഒരു സ്പ്രേയാ. ഇത് തെളിച്ചാൽ അവർ എന്തിനങ്ങോട്ട് വന്നേന്ന് മറന്നു പോകും.
അല്ല നമ്മൾ ഇവിടെ എന്ത് ചെയ്യാ? അല്ല ചേട്ടാ, ഇവിടെ എന്താ ഈ സംഭവിക്കണേ? നിങ്ങൾ ഇങ്ങോട്ട് വന്നത് വളരെ തെറ്റായി പോയി. അതുകൊണ്ട് ഈ വഴി തന്നെ നിങ്ങൾ തിരിച്ചു പൊയ്ക്കോളൂ. എന്നിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ നോക്ക്. ബൈ. താങ്ക് യു വെരി മച്ച്. പിന്നെ ജോണിനെ ഇവിടെ വിട്ടേക്കൂ. അവന് ഞങ്ങൾ നല്ലൊരു പാഠം പഠിപ്പിക്കാം. എന്താ വേണ്ട, പ്ലീസ് മോട്ടു, ഞാൻ എനിക്കിവിടെ ഇരിക്കണ്ട. മോട്ടു എന്നെ എങ്ങനെയെങ്കിലും കൂട്ടിട്ട് പോ. മോട്ടു എന്നെ രക്ഷിക്കും. മോട്ടു വേണ്ട. Watch India's largest kids library only on Jio Hotstar. Download the app now.